ഈ സുലൈമാൻ നബി മൂപ്പരെ സീറ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ലോകത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഏറ്റവും സങ്കടപ്പെടുന്ന ഒരാൾക്കും റസൂലിന് മാതൃക ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആ പൊസിഷനിലാണ് റസൂല് തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളത്. പ്രയാസങ്ങൾ എടുത്ത് നോക്കിയാൽ ഒക്കെ റസൂലിൻ്റെ ജീവിത തുടക്കം മുതലേ നമുക്ക് ആ സാധനം കാണാൻ കഴിയും. അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇതിൽ റസൂലിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് യത്തീമുകളെ പണ്ഡിതന്മാർ പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. യത്തീം എന്ന് പറഞ്ഞാൽ അത്രയും വേദന ഉള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. അത് അഷദ്ദുൽ യത്തും ഐ യമൂത്തലബ് വൽ വലതു ഫി ബത്നി ഉമ്മിഹി. ഏറ്റവും കഠിനമേറിയ അനാഥത്വം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരിക്കെ ഉപ്പ് മരിച്ചു പോകുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും വേദനയേറിയ അനാഥത്വത്തിലാണ് റസൂല് ജനിച്ചു വീഴുന്നത് തന്നെ. അതിന് ശേഷം ജനിച്ചു വീഴുന്നതിന് ശേഷം വലുതാവുന്നു, ഉമ്മ മരണപ്പെടുന്നു. അങ്ങനെ ഓരോ പോയിന്റിലും നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ ജീവിതത്തിൽ വളർന്നു വലുതാവുന്നത് അതിനൊക്കെ ശേഷം നമുക്ക് എപ്പോഴും ഒരു മെൻറ്റർ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും കൂടെ പോകാൻ ചിലപ്പോൾ കുറച്ച് ആളുകളുണ്ടാവും. നമ്മളെ ഉപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ. നമുക്ക് ആ ഗതി കിട്ടിയാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഗതി മുട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് തിരിച്ചു പോകാനൊരു ഇടമുണ്ട് എന്നുള്ളൊരു ഹോപ്പുണ്ട്. ഒരു ഹോപ്പുണ്ട്. അതായത് റസൂലിൻ്റെ ജീവിതം എടുത്ത് നോക്ക്, ഒരു പോയിന്റിലും അള്ളാഹ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തില്ല. ചെറുപ്പം മുതലേ ഉപ്പാന്ന് വിളിക്കാൻ ഒരാളില്ലാതെയാണ് റസൂല് വരുന്നത്. അതിനുശേഷം ഇങ്ങനെ ചെറുതേ കുട്ടിയാവുമ്പോഴേ ഉമ്മ മരിച്ചു പോകുന്നു. ഉമ്മ മരിച്ചു പോകുന്ന സിറ്റുവേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പാൻ്റെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആകെ കൂടെ ഉള്ളത് അവരുടെ കൂടെയുള്ള പരിചാരികയായിട്ടുള്ള ഉമ്മൈമൻ ആണ്. അങ്ങനെ അപവാദെത്തുമ്പോൾ ഉമ്മ മരണപ്പെടുന്നു. എന്നിട്ട് 6 വയസ്സുള്ള കുട്ടിയാണ് സ്വന്തം ഉമ്മാനെ മറമാടുന്നത്. അത് ഉമ്മൈമന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മൈമനാണ് മറമാടുന്നത്, എന്താണ് ഇത് കുഴിക്കുന്നത്, ഖബർ കുഴിക്കുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞനാണ്, 6 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ വന്നിട്ട് ഉമ്മാനെ കാണുമ്പോൾ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. എന്നിട്ട് ഉമ്മയും എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ തിരിക്കുക, എന്ന് വെച്ചാൽ ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ ഒക്കെ കരയാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നില്ല. ഖബർ കുഴിച്ചു മറമാടിയ ശേഷം മറവ് ചെയ്തതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നില്ല. എന്നിട്ട് ഉമ്മയും കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. കാരണം വെച്ചാൽ അത്രക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, 6 വയസ്സുള്ള കുഞ്ഞനാണ്. സ്വന്തം എന്താണ് മുമ്പിൽ വെച്ചിട്ട് ഉമ്മ മരിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, ചരിത്രഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഉമ്മാൻ്റെ കയ്യിലെ ചൂടിങ്ങനെ മാറി ഇങ്ങനെ തണുപ്പാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അറിയാണ്, അനുഭവിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രയാസം ഉമ്മ മുമ്പിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അത്രയും പ്രയാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചെറുപ്പം മുതൽ അനുഭവിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ മരിച്ച് പിന്നെയുള്ള ആകെയുള്ള ഉമ്മ മരിച്ചു. അതിനുശേഷം നേരെ ഉമ്മയുമൻ നേരെ ചെല്ലുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്താണ്. അബ്ദുൽ മുത്തലിബ് സ്വന്തം നിലക്ക് എല്ലാ നിലക്കുമുള്ള സ്നേഹം കൊടുത്തിട്ട് റസൂലിനെ വളർത്തുന്നു. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. അതായത് റസൂലിൻ്റെ അവസാന റിസോർട്ട് എന്നുള്ള നിലക്ക് അബ്ദുൽ മുത്തലിബ് വല്യപ്പോൾ മാറുന്ന ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. 8-ാം വയസ്സിൽ 8-ാം വയസ്സിൽ 10-ാം വയസ്സിലാ 8 എന്നാണ് ചില ഇതിൽ പറയുന്നത്. 8-ാം വയസ്സിൽ മരിക്കുന്നു. അതിനുശേഷം അബൂ ത്വാലിബ് അതിൽ എന്താണ് അബ്ദുൽ മുത്തലിബിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മയ്യത്ത് കട്ടിലുണ്ടാവുമല്ലോ, അത് പിടിച്ച് ഇങ്ങനെ കരി അങ്ങനെ വലിക്കുക. ഉമ്മൈമ റിപ്പോർട്ട് ചെയ്യുന്നത്, ഉമ്മൈമ റളിയല്ലാഹു അൻഹ പറയുന്ന ഇതാണ്. എന്നുവെച്ചാൽ ആ കട്ടിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ്. ഇതൊക്കെ എത്ര വയസ്സിലാണ്? നമ്മളൊക്കെ ആ വയസ്സിൽ എന്താ കാട്ടിയെന്ന് ആലോചിച്ച് നോക്കുക. 8-ാം വയസ്സിൽ 10-ാം വയസ്സിൽ ഈ കഥയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ മറ്റേ ഈ പാട്ട് ഓമന മുഹമ്മദ് എന്നുള്ള പാട്ടില്ലേ, അതിൽ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ ഭയങ്കര ഡെപ്പിക്ഷൻ, ഇങ്ങനെ ഓരോ വരികളും ഇതിങ്ങനെ പറയുന്ന 6 വയസ്സായ കാലത്താറ്റൽ നബിയുള്ള ഇതിനെന്താ പാടണ്ട. അപ്പോൾ ആ വരികൾ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അതേ സാധനം ഇങ്ങനെ ആ വരികൾ ഇങ്ങനെ കറക്റ്റ് പറയുന്നത് പോലെ തോന്നാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് പ്രയാസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസമായിട്ട് ഉപമിച്ച് നോക്കുമ്പോൾ ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നില്ല. അതായത് കവി പറയുന്നുണ്ട്, ഫൈദാ ദക്കർത്ത മുഹമ്മദൻ വ മസാബഹു ഫദ്കുർ മുസാബക ബിൻ നബി മുഹമ്മദി. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസം തോന്നുന്നു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയാസം തോന്നുമ്പോൾ ആ പ്രയാസത്തെ എന്ത് ചെയ്താൽ മതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസമായിട്ട് ഒന്ന് ഉപമിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ പ്രയാസം ഒന്നും അല്ലാതായി പോകും. നിങ്ങളെ പ്രയാസം ഒരു പ്രയാസേ ആവില്ല. എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച പ്രവാചകന്റെ പ്രയാസവും നമ്മുടെ പ്രയാസം എന്ന് പറയുന്നതും ഒന്നും ഉണ്ടാവില്ല എന്ന് കവി പറയുന്നുണ്ട്. അതാണ് നമ്മളൊരു പോയിന്റ്. ഈ ഉമ്മൻ്റെ ഇത് കഥ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നുണ്ട്. അപ്പം ഈ ഫുൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഉമ്മ മരിക്കുന്ന ആ സന്ദർഭം, അവിടെ പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ആ സ്ഥലത്താണെങ്കിൽ
എങ്ങനെയായിരിക്കും ഞാനിങ്ങനെ ആലോചിക്കാം. എന്നിട്ട് ഇരുന്ന് കരയാൻ ഞാൻ അതിന് മുമ്പൊന്നും എനിക്കിങ്ങനെ വായിച്ചിട്ടും കരഞ്ഞത് ഓർമ്മയില്ല. പക്ഷെ ഇത് വായിച്ചിട്ട് പ്രവാചകൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയായിട്ട് അങ്ങനെ പോകുന്നിടക്ക് എൻ്റെ ഉമ്മ മരിച്ചാണെങ്കിലോ എന്നുള്ള ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ പോലും ആലോചിച്ചാൽ നമുക്ക് ഇതാവും. അത്രക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ജീവിതത്തിൽ ഉടനീളം നോക്കുമ്പോൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ശേഷം അയച്ചു നോക്കുക, കുറച്ച് വലുതായി എന്താണ് ഒരു നല്ല വിവാഹം, ഭാര്യ സ്വന്തം നിലക്ക് സപ്പോർട്ട് ചെയ്യാൻ ഭാര്യയുണ്ട്, അവിടെ ഭാര്യ മരിച്ചു പോകുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിൽക്കുന്നുണ്ടോ, ഉപ്പല്ലാതെ ജീവിച്ച് യത്തീമായിട്ടാണ് ജീവിച്ച്. ഇനി മക്കളുണ്ടാവുമ്പോൾ മക്കളെ പോറ്റാൻ പോലും കഴിയുന്നില്ല. ഫാത്തിമ ബീവി അല്ലാത്ത ബാക്കി എല്ലാ മക്കളും മരിച്ചു പോവാണ്. അവരൊക്കെ മറമാടേണ്ടി വരിക, ഭാര്യമാരെ മറമാടേണ്ടി വരിക, ഉമ്മാനെ മറമാടേണ്ടി വരിക. ഇങ്ങനൊക്കെ ഒരു ഇത്രയും വേദനയിൽ കഴിയുന്നൊരു മനുഷ്യൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു നിലക്കും ഞാൻ ആലോചിച്ച് നോക്കും, ഒരു ഉമ്മ മരിച്ച ഒരാൾ നമ്മളെ സുഹൃത്തിൻ്റെ ഉപ്പയും ഉമ്മയും മരിക്കുകയാണെങ്കിൽ ഓനെങ്ങനെ കംഫർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. കാരണം നമ്മളങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞില്ലല്ലോ. ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കുട്ടി, ഉമ്മ മരിച്ചൊരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ചെറിയ കുട്ടി കേട്ടോ. ആ സ്വപ്നം കാണുന്നത് ഉമ്മ ഇങ്ങനെ മരിച്ചിട്ട് ഉമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്നെയും കൊണ്ടുപോകും ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഉപ്പ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഈ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ തരണം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി പരലോകത്ത് വെച്ച് അവർ കണ്ടുമുട്ടും. ഈ ഒരു പാഠം കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഡയറക്റ്റ്ലി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പലപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നേരെ മറിച്ചിട്ട് ഇത് വേറെ ഒരു കോണ്ടെക്സ്റ്റിലോ വേറൊരു സ്ഥലത്തേക്കോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഫലസ്തീനിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു കുട്ടിക്ക് അവരുടെ ഉപ്പ മരണപ്പെടുന്നതൊക്കെ ഡയറക്റ്റ്ലി പ്രവാചകനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇപ്പോൾ അവിടെയുള്ള റിയാലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന സംഗതികളാണ് സ്വഹാബാക്കൾ ത്യജിച്ച ത്യാഗങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, അപ്പോൾ ദീനിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആ പ്രയാസങ്ങൾക്കൊക്കെ നമ്മളൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിലൊക്കെ ഒരു ഹിസ്റ്ററി എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഫലസ്തീൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഹീറോയിസം, ഈ ഒരു ത്യാഗം, ഇതൊക്കെ വെറും ചരിത്ര കഥകൾ മാത്രമായി പോവുമായിരുന്നു. ഫലസ്തീൻ്റെ റിയാലിറ്റി അവിടെ നിലവിൽ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് യഥാർത്ഥമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അവിടെ അന്ന് നടന്ന സംഭവ വികാസങ്ങൾ, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രയാസങ്ങൾ ഇന്ന് നമ്മൾ ചിത്രമായിട്ട് കാണുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു കണക്ഷൻ ഫലസ്തീനിൻ്റെ കോണ്ടക്സിലേക്ക് വെക്കുമ്പോൾ ഇത് വളരെ റിയാലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവും.